ഇപ്പൊ എന്ത് ഭാഷ പറയണേ? ഇപ്പൊ ഏത് ജാതിയാണ് ഈ കാട്ടുകളനെ? എവിടുത്തേത്? എടാ നമ്മളാ ഭാഷാ പ്രൊഫസറില്ലേ സമ്പത്ത് സാറ്, ഈ ആദിവാസി ഇതൊക്കെ അറിയുന്നേ റിസർച്ച് ചെയ്യുന്ന മൂപ്പരല്ലേ, മൂപ്പരൊന്ന് കിട്ടിയപ്പോ ഇത് അറിയേ വിളിക്കേ. അത് ഞാൻ വിളിച്ചിക്കണല്ലോ, അപ്പൊ വരാറിഞ്ഞ മൂപ്പര്. മാഷ് വരുന്നുണ്ട്. ആ മാഷ് ആ മാഷേ, അതെ ഒന്നിന് മാറി നിൽക്കും, നിങ്ങൾ ഒന്ന് മാറി എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഇവരെങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട്? കയ്യും കാലൊക്കെ അടിച്ച് ശരിയാക്കിക്കണല്ലോ മാഷ. ഇവരെ ഒരുപാട് സാധനങ്ങൾ കൈ മാറ്റി. എന്തോ ഒരു ഭീകരജീവിയാണ് തോന്നുന്നുണ്ട്. ഒരു ഭീകരജീവല്ല, ഞാൻ സംസാരിച്ചോ. വെയിറ്റ് എന്താണ് പറയണത്? അവൻ പറയുന്നത് അവൻ ഊരിന്ന് ഇറങ്ങി വന്നപ്പോ വഴി തെറ്റി വന്നാണ് അത്രേ. അതെ, വഴി തെറ്റി ഇവിടെ എത്തിയതാണ്. അപ്പൊ അവനക്ക് വിശന്നപ്പോ കുറച്ച് പൂളക്കിഴങ്ങും അതുപോലെ തന്നെ ഇളഞ്ഞീനും തേങ്ങ ഒക്കെ പൊട്ടിച്ച് തിന്നു എന്നാണ് അവൻ പറയുന്നത്. അതൊക്കെ തന്നെ നല്ലൊരു പൂള പറിച്ചു തിന്നിക്കണേ മാഷേ. ഇവനോട് പറഞ്ഞാല് ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി അവനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ പോണേ. അവന് കുറച്ച് ദിവസം ജയിലിന്റെ ഉള്ളിൽ എടുക്കട്ടെ പറഞ്ഞാലേ. മാഷ ഒന്ന് പറഞ്ഞു കൊടുക്കങ്ങളെ. പറ മാഷ, അവനോട് പറ. നിങ്ങൾ പറഞ്ഞ മോഷണമൊന്നും അവരെ ഭാഷയിലില്ല. അവർക്ക് കളവ് എന്താന്ന് അറിയില്ല, ശിക്ഷ എന്താന്ന് അറിയില്ല. അതൊക്കെ നമ്മുടെ ഭാഷയിലേ ഉള്ളൂ. മാത്രമല്ല അവരെ ആദിവാസികളാണ് അവരെ കാണുമ്പോൾ നമുക്കൊരു പുച്ഛാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതോ, നമ്മളെ പറമ്പിൽ കൂടി ഒരാൾ നടന്നു പോയാലേ അവന്റെ കാലിന്റെ അടിയിൽ മണ്ണൊട്ടിക്കണ നോക്കുന്ന ആൾക്കാരെ നമ്മള്. മാത്രല്ല നമ്മളെ കൂടപ്പറപ്പിങ്ങളെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ പോലും മടിക്കാത്തവരാ നമ്മളെ ആത്മമിത്രം എന്ന് പറഞ്ഞ നമ്മളെ സുഹൃത്തിനെ എങ്ങനെയെങ്കിലും ചതിക്കണം എന്നും അതിനുള്ള വഴിപാടുണ്ടാക്കുന്നവരാണ് നമ്മളെ കൂടെ ഏത് സമയത്തും ജീവന് തുല്യമായിട്ട് സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരെ വഞ്ചിക്കാനുള്ള സാഹചര്യം കൂടി നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കുള്ള പേര് നാഗരികതയുള്ളവൻ, ജെന്റൽമാൻ. പക്ഷെ ഇവരാണ് ശരിക്കുള്ള പച്ചയായ മനുഷ്യർ. അതെ, ഇവരെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇവന്റെ ഊര് എനിക്ക് അറിയുന്ന സ്ഥലം തന്നെയാണ്. ഇന്ന ബോർഡറിലായി കൊടുത്താലേ അവൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കോളും. അവൻ വിശന്നപ്പോഴേ എന്തോ ഒരു പൂളിയും തേങ്ങയാണ് കൊടുത്ത് തിന്നത്. അല്ലാതെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളെ പോലെ 10 തലമുറക്ക് ആർഭാടമായിട്ടും ആഡംബരമായിട്ടും ജീവിക്കാനുള്ള ഒന്നും വെട്ടിപ്പിടിക്കുകയോ വേട്ടയാടുകയോ ചെയ്തിട്ടില്ലവൻ. വാ, തപ്പക്കച്ചകത്ത് വാ.